നിങ്ങളോടൊക്കെ ഞാൻ പറയുന്നുണ്ട് ഞാൻ തിരക്കായിരുന്നു എന്ന്. അപ്പം നിങ്ങൾ ആലോചിക്കും ഇതിന് മാത്രം എന്താണ് ഇത്ര തിരക്കെന്ന്. വേറൊന്നുമല്ല, ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൻ്റെ പ്രാക്ടീസ് കാര്യങ്ങളാണ് മെയിൻ പരിപാടീസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഒരു സാറ്റർഡേ, അതും വളരെ തിരക്കുള്ള ഒരു സാറ്റർഡേ വ്ളോഗ് നിങ്ങളെ കാണിച്ചു തരാം. 2026 വിഷൻ ബോർഡിലെ ഒരു ഐറ്റമാണ് എൻ്റെ ഹെൽത്ത് നോക്കാന്നുള്ളത്. അതിൻ്റെ പാർട്ടായിട്ട് ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമായി. ദൈവം സഹായിച്ച് എങ്ങനെയൊക്കെയോ അതങ്ങ് രാവിലെ തന്നെ നടന്നു പോകുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് ഭയങ്കര ധൈര്യമായതുകൊണ്ട് എന്നെ അപ്പയാണ് ഡ്രോപ്പ് ചെയ്യുന്നതും പിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അപ്പ വരുന്നവരെ ഞാൻ ആ റോട്ടിൽ കൂടെ വെറുതെ കുറച്ച് ദൂരം അങ്ങ് നടക്കും കേട്ടോ. അവിടെ ഒരു അടിപൊളി പള്ളിയുണ്ട് ഗൈസ്. ഇത് സ്ഥലം ശരിക്കും വാഴക്കുളമാണ് കേട്ടോ, നമ്മുടെ പൈനാപ്പിൾ സിറ്റിയിലെ അത് തന്നെ സ്ഥലം. പൈനാപ്പിൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഏരിയയിലെ മെയിൻ ഐറ്റംസ് ആണ് ഈ കപ്പ, പൈനാപ്പിൾ, പിന്നെ റബ്ബർ. എവിടെ നോക്കിയാലും ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ കണ്ട 3 ഐറ്റവും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞതാ വീട്ടിലേക്ക് നമ്മൾ വന്ന് കയറിയിട്ടുണ്ട്. വന്ന് കയറിയപ്പോൾ തന്നെ അനിയനൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നായിരുന്നു. അപ്പോൾ അവനൊരു മുട്ട ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചാൽ ബുൾസൈ. ഇതുപോലെ ഇങ്ങനെ ഗുളുഗുളൂന്ന് ഇളകുന്ന ബുൾസൈ എനിക്ക് കാണാനും ഉണ്ടാക്കാനും ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ എനിക്കത് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ദോശയും 2 മുട്ടയും പിന്നെ ഒരു ചിക്കൻ്റെ ഇതും ചട്നി ഉണ്ടായിരുന്നു, ചായയും ഇത്രയും കഴിച്ച് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് സെറ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാലുള്ള ഇന്നത്തെ പരിപാടികൾ ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഡാൻസ് പ്രാക്ടീസ് ആണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിള്ളേരുടെ ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ അമ്മമാരുടെ ഉണ്ട്, അത് കഴിഞ്ഞാൽ നമ്മുടെ ബോയ്സിൻ്റെ പ്രാക്ടീസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ സ്പീക്കർ ഓണാക്കി ഞങ്ങൾ തുടങ്ങി. ഇനി നിങ്ങളിത് കണ്ടിട്ടോ. ജിങ്കിനമണി പഠിച്ചില്ല. ഓർമ്മയുണ്ട്. ഡെലൂഷണൽ ഇത്രയും തെറ്റിച്ചുള്ള പ്രാക്ടീസ് കഴിഞ്ഞിട്ട് മറ്റേ 1 ഇറ്റേണിറ്റി ലേറ്റർ എന്ന് പറഞ്ഞിട്ട് ശരിക്കും കളിക്കുന്നത് ഇടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ശരിക്കും കളിക്കാൻ ഞങ്ങൾ ഇതുവരെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലം ആ പ്ലാൻ നമ്മൾ വിട്ടു. പിന്നെ നമ്മുടെ പിള്ളേർ പ്രാക്ടീസിന് വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ ചെയ്യിക്കുന്നത് വേറെ ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ ആ സമയം എനിക്ക് കുറച്ച് റെസ്റ്റിനുള്ള സമയമാണ്. പിന്നെ ഈ നിൽക്കുന്ന സാധനം ഇല്ലേ, വേറെ ആരുമല്ല, ടോട്ടു. അവളിതാ ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാനുള്ളതാണ്. പക്ഷേ എന്ത് ചെയ്താൽ അവൾ പ്രാക്ടീസിനും ചെല്ലൂല, ഡാൻസ് കളിക്കില്ല. പക്ഷെ ഒറ്റയ്ക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്നാണെങ്കിൽ ഭയങ്കര ഡാൻസാണ് കേട്ടോ. ഏകദേശം ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഈ എല്ലാവരുടെയും പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്നും റാപ്പപ്പ് ചെയ്തേ. വേറൊന്നുമല്ല, ആ വെയിലത്ത് ഇങ്ങനത്തെ പ്രാക്ടീസും പണിയൊന്നും നടക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ ആ ഗ്യാപ്പിൽ ഞാൻ എൻ്റെ റൂം ഒന്ന് സെറ്റാക്കി. ഒരു ബേസിക് ക്ലീനിങ് കേട്ടോ, അങ്ങനെ ഓവർ കൊളായിട്ടൊന്നും ഇല്ല. നമ്മൾ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുറച്ച് പ്രോപ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ എല്ലാം എടുത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്. പിന്നെ ഈ പരിപാടി എന്ന് പറയുമ്പോൾ ഡാൻസ് അല്ല, ഒരു മ്യൂസിക്കൽ ഡ്രാമയാണ് കേട്ടോ അമ്മമാരുടെയും പരിപാടിയായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ്യൂംസും സാധനങ്ങളും വരുന്നത്. പിന്നെ കുറച്ചധികം സാധനങ്ങൾ ഉണ്ടാക്കാനും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നേരെ ഇരുന്ന് ഒരു നോട്ട് ഉണ്ടാക്കി ആദ്യം തന്നെ. അതായത് ഓരോ പ്രോഗ്രാമിനും ഓരോ സീനിലും എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം, അതിനകത്ത് എന്തൊക്കെ കഴിഞ്ഞു, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ ആ ലിസ്റ്റ് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ചെയ്ത് തീർന്നതിനേക്കാളും കൂടുതൽ ഇനി ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നു ബാക്കി. അതായത് ഗിഫ്റ്റ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിള്ളേരുടെ പ്രോഗ്രാമിന് അവരൊരു പോസ്റ്റ് പോലെ പിടിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്കിൽ കാർഡ്ബോർഡ് ഒട്ടിക്കണമായിരുന്നു. പിന്നെ ഈശോയുടെ മുൾക്കിരീടം ഉണ്ടാക്കണം. അങ്ങനെ കുറേ പ്രോപ്സ് ചെയ്യാൻ ഇനിയും ബാക്കിയാണ് കേട്ടോ. പിന്നെ വേറെ കാര്യം കൂടിയുണ്ട്, ഗസ്റ്റിന് കൊടുക്കാനുള്ള ഒരു 5-8 പൂവും കൂടി ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണല്ലോ മാറ്റി വെച്ചേക്കുന്നത്. അതിനിടയ്ക്ക് പ്രോപ്സ് എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കാൻ പോയാൽ പിന്നെ ഇന്ന് അതിൻ്റെ പുറകെ നടക്കാനായിരിക്കും എനിക്ക് മൂടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ നേരെ പോയി 2 മാങ്ങാപ്പഴം കഴിച്ചു, പിന്നെ പിടിയും കോഴിയും കഴിച്ചു. ഈ പിടി നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയണേ. നമ്മുടെ നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് കേട്ടോ ഇത്. ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ടോട്ട് പതുക്കെ എൻ്റെ കൂടെ പറ്റി വരുന്നുണ്ടായിരുന്നേ. വേറൊന്നുമല്ല, ഒന്നുകിൽ അവൾക്ക് വിശക്കുമ്പം അല്ലെങ്കിൽ ഉറക്കം വരുമ്പോഴാണ് ഈ ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അവൾ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സമാധാനം. ഇതാണ് നമ്മുടെ പിള്ളേരുടെ ഡാൻസിൻ്റെ അവർ കയ്യിൽ പിടിക്കാനുള്ള പോസ്റ്റർ കേട്ടോ.
ഇതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ വരച്ച് പെയിൻ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചു കേട്ടോ. ഞാൻ മാത്രമല്ല, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ചേച്ചിയും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ബാക്കിൽ നമുക്കൊരു കാർഡ്ബോർഡ് വെട്ടിയിട്ട് ഒട്ടിക്കണം കേട്ടോ, ഒരു പ്രോപ്പർ പോസ്റ്റർ പോലെ പിടിക്കാൻ പാകത്തിന്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഡെയിലി റൊട്ടീൻ തന്നെ ഇങ്ങനെയാണ്. ഒന്നുകിൽ ഓഫീസിൽ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളുടെ പുറകെ ആയിരിക്കും കേട്ടോ, അല്ലെങ്കിൽ പ്രാക്ടീസിന് ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാനും ഇടാനും അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റാത്തത് കേട്ടോ. എങ്കിലും ഞാൻ പറ്റുന്ന പോലെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ബോയ്സും പിന്നെ ചേട്ടന്മാരും അമ്മമാരെല്ലാവരും പ്രാക്ടീസിന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് ഒരു ഐസ്ക്രീംകാരനും വന്നു. അതുകൊണ്ട് പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും കൂടെ ഐസ്ക്രീം ഒക്കെ മേടിച്ച് കൊടുത്ത് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ട് കുറച്ച് വൈബാക്കൽസ്. Cheers. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മമാരുടെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന സമയത്തായിരുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ബോയ്സിൻ്റെ പ്രാക്ടീസും കൂടെ കഴിഞ്ഞ് ഇന്നത്തെ പ്രാക്ടീസ് അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നു. പിന്നെയാണ് ഓർത്ത് ടോട്ട് നമ്മുടെ ഉറങ്ങാൻ കിടന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ എണീറ്റ് വരുന്നത്, വൈകുന്നേരം ആയപ്പം. അതാണെങ്കിൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് നല്ല ദോശയും മുട്ടയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചായ കുടിച്ചു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാർഡ്ബോർഡ് ഒട്ടിക്കലില്ലേ, ആ പരിപാടിയിലേക്ക് അങ്ങ് കടന്നു. ഞാൻ മാത്രമല്ല കേട്ടോ, ജെൻസ ഉണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ജെൻസ എന്ന് പറയുന്നത് എൻ്റെ വീടിന് അടുത്തുള്ള കുട്ടിയാണ് കേട്ടോ. വീടിന് അടുത്തുള്ളതാണെങ്കിലും മിക്കവാറും അവൾ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് എല്ലാ കാര്യത്തിനും. പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ പറയത്തില്ലേ, അതാണ്. എൻ്റെ അനിയത്തിയും അനിയനൊന്നും ഇവിടെ ഇല്ല, അവളുടെ ചേച്ചിയും അവിടെ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഒരുവിധം എല്ലാ കാര്യത്തിനും ഒരുമിച്ച് നടക്കൽ. ആ നൂഡിൽസ് ഒക്കെ മേടിച്ച് കഴിക്കലൊക്കെ ഇല്ലേ, അങ്ങനെ എല്ലാം ഒട്ടിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ടോട്ടു എന്താണ് അതുകൊണ്ട് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചു തരും കേട്ടോ. സംഭവം വേറൊന്നുമല്ല, അതുകൊണ്ട് ഇങ്ങനെ നടന്നു വന്നിട്ട് ഫ്രണ്ടിലെത്തുമ്പോൾ ഒന്നിങ്ങനെ തല കുനിച്ചൊരു നമസ്കാരം പോലെ പറയണം. അതാണ് ഈ കാണിച്ചത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫുള്ള് ഡാൻസ് കളിക്കാനുള്ള മൂഡായിട്ടോ അവള്. അങ്ങനെ ഡാൻസ് കളിക്കാൻ തോന്നുമ്പം എന്നോട് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ഡയന റോമയുടെ ഒരു പാട്ട് കേട്ടോ. ആ പാട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾക്ക് ഒരു ഹെഡ്സെറ്റും വേണം. വേറൊന്നുമല്ല, ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ തുള്ളുന്ന ഒരു പാർട്ടി വൈബ് DJ അതൊക്കെയാണ് കേട്ടോ ആളുടെ മനസ്സിൽ. ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും തന്നെ വീട് അത്യാവശ്യം നല്ല രീതിയിൽ കൊളായിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മൾ ഈ ഒട്ടിക്കൽ പറക്കലൊക്കെ ആകുമ്പം അത്ര ശ്രദ്ധിച്ചൊന്നും അല്ല കേട്ടോ ചെയ്തിരുന്നത്. അതുകൊണ്ട് നിറച്ചലമ്പായിരുന്നു. പിന്നെ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എന്നാൽ അടിച്ചും കൂടെ വാരിയിട്ട് കുളിക്കാൻ ഓർത്തു. പിന്നെ ഇവളുടെ സാധനങ്ങൾ പെറുക്കൽ അത് വേറെ തന്നെ ഒരു പണിയാണ് കേട്ടോ. എല്ലാ സ്ഥലവും അത്യാവശ്യം നല്ല അലമ്പായിരുന്നു. പിന്നെ അതെല്ലാം ക്ലീൻ ആക്കി അടിച്ചു വാരിയിട്ടു കേട്ടോ. പിന്നെ ഈ ടേബിളിൽ വലിച്ചു വാരിയിട്ടേക്കുന്ന ബുക്സ് സാധനങ്ങൾ മിക്കതും നമ്മുടെ ജെൻസയുടെയാണ് കേട്ടോ. വേറൊന്നുമല്ല, അവളുടെ റെക്കോർഡ് ബുക്സ് ആണ്. അവളിപ്പോൾ 11th നിന്ന് 12th ബയോളജിയാണ്. അപ്പോൾ വരയ്ക്കാനുള്ള ബുക്സ് സാധനങ്ങളും ഇമേജസ് ഒക്കെ പണ്ടത്തെ തന്നെയാണോ എന്ന് ഞാനും അവളും കൂടി ഇരുന്ന് ഇങ്ങനെ നോക്കുമായിരുന്നേ. ഒരു മാറ്റമില്ല, ഇമേജസ് ഒക്കെ പണ്ടത്തെ തന്നെ. പക്ഷേ റൈറ്റിങ്ങിലും കുറച്ച് ഫോർമാറ്റിലൊക്കെ മാറ്റം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഒരു ലോഡ് തുണി മടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. തുണി മടക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ വലിയ മടിയൊന്നുമില്ല. പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ ഫുൾ ക്ലീന് ശരിക്കും ആകുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. ഞാനങ്ങനെ എഡിറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ പിന്നെ ആ മൂഡ് വന്നില്ല ഗൈസ്. വേറൊന്നുമല്ല, കുളിച്ച് കഴിഞ്ഞിട്ട് തുണി മടക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ അലമ്പാക്കിയിട്ടിരുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ അടിച്ചു വരാറ് കേട്ടോ. അതാകുമ്പോൾ വേസ്റ്റ് സാധനങ്ങളൊക്കെ കൂടെ നേരെ നിലത്തിടും, എല്ലാം കൂടി അടിച്ചു വാരി കൊണ്ടേ കളയും. അതാണ് യൂഷ്വൽ. ഇത്രയും പരിപാടിയും കൂടെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുളിക്കാതെ എന്നെ ഒന്നിനും കൊള്ളത്തിലായിരുന്നു. രാവിലെ ജിമ്മിൽ പോയപ്പോൾ മുതൽ ഞാൻ കുളിക്കാണ്ട് നടക്കുന്നതാണ് കേട്ടോ. ഡാൻസ് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെറുതെ വെള്ളം വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശന്ന് കുടലിൽ കരിയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ വെയിറ്റും കൂടെ നോക്കിയിട്ട് ഫുഡ് കഴിക്കാൻ പോകാമെന്നോർത്ത് ഞാൻ നോക്കിയപ്പം 68 ആയി ഗൈസ്. ഞാൻ എൻ്റെ 70 മേലെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 1.5-2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് ഒരു 2-2.5 കിലോ കുറയ്ക്കാൻ പറ്റി. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയും അപ്പയും കൂടെ ഇവിടെ അടുത്ത് വീട്ടിലൊരു ചേട്ടൻ മരിച്ചായിരുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് പോയായിരുന്നു. ആ സമയത്തിന് ഞാൻ ടോട്ടുവിന് ഫുഡ് കൊടുത്തു. ഇവൾ യൂഷ്വലി ഫുഡ് തന്നെ വാരി കഴിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഓർത്തു ഇടയ്ക്കൊക്കെ വാരി കൊടുക്കുന്നതിൽ ഒരു രസം. അതുകൊണ്ട് പിന്നെ അവൾക്ക് ചോറൊക്കെ വാരി കൊടുത്തു. പിന്നെ ഒരു ജ്യൂസ് ഉണ്ടായിരുന്നേ, അതും കൂടി കൊടുത്ത് അത് കുടിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇരുത്തിയിട്ട് ഞാൻ നേരെ തുണി മടക്കാൻ പോയി. ഇതിനിടയ്ക്ക് ഞാൻ ഡിന്നർ കഴിച്ചായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ തുണിയൊക്കെ മടക്കി ക്ലീൻ ആക്കി വെച്ച് എല്ലാം സെറ്റാക്കി കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനം. എല്ലാം മടക്കി കൊണ്ടുവച്ചിട്ടില്ല കേട്ടോ, എല്ലാം നിരത്തി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ മടക്കി. അതിനിടയ്ക്ക് നമ്മുടെ ടോട്ടു ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടായാലും അപ്പോൾ വന്നിട്ട് ഈ 2 ഹാർട്ടാക്കും. അത് ഹാർട്ടാണ് കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും ഓർമ്മ വരുന്നത് എന്താണെന്ന് അറിയാം, മറ്റേ ഹിറ്റ്ലർ മൂവിക്കകത്ത് ആ ജഗദീഷ് കാണിക്കൂലേ ഇങ്ങനെ ചുറ്റിയിട്ട്, എനിക്കതാ ഓർമ്മ വരും അവളെ എപ്പോൾ ഇത് കാണിച്ചാലും. ഇതൊക്കെ ഈ ഡയന റോമ ഓരോ വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവളുടെ ചോദിച്ചു മമ്മയുടെ എങ്ങനെയാണ് കിസ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ കിസ് ചെയ്തിട്ട് ഒരു വേവ് ആക്കും കേട്ടോ. ആ വേവാണ് നിങ്ങൾ ഈ കാണുന്നത്. അങ്ങനത്തെ എല്ലാ തമാശയും കഴിഞ്ഞ് അപ്പുറത്ത് വന്നപ്പോഴാണ് അമ്മ മടക്കാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റ് തുണിയും കൂടെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് അതും കൂടി മടക്കി എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇതെടുത്തിട്ട് തിരിച്ചു വെക്കാനുള്ള ആരോഗ്യം പോലും എനിക്കില്ലായിരുന്നു. കിടക്കാൻ നേരത്തെ റൂമിൽ വന്നപ്പോഴാണ് ബെഡിൽ അതാ നിറച്ച സാധനങ്ങൾ. വേറൊന്നുമല്ല, നമ്മൾ ആദ്യം ഫംഗ്ഷന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച സാധനങ്ങളല്ലേ അതാണ്. പക്ഷേ ഇതൊന്നും കറക്റ്റായിട്ട് എടുത്ത് വെക്കാനുള്ള ആരോഗ്യം എനിക്ക് സത്യമായിട്ടും ഇല്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം അവിടെ ഇവിടെയും ടേബിളിൽ സ്ഥലമുള്ളയിടത്തൊക്കെ എടുത്ത് വെച്ച് ടോട്ടുവിനെ മേല് നനച്ച് ഡ്രസ്സ് മാറ്റി കിടത്തിയെന്നല്ല കേട്ടോ, അവളെ അവിടെ ഇരുത്തി. പിന്നെ ഞാനിന്ന് തല നനച്ചുകൊണ്ട് എനിക്കൊന്ന് ഹെയർ സെറ്റ് ചെയ്യണമായിരുന്നേ. ഹെയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഈ മേക്ക് മീ ബോൾഡിൻ്റെ ഈ ഹെയർ ബ്രഷാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ എനർജിയൊക്കെ കംപ്ലീറ്റ് തീർന്ന് നേരെ ലൈറ്റ് ഓഫ് ചെയ്ത് ഒരു ബോധമില്ലാണ്ട് കിടന്നങ്ങ് ഉറങ്ങി.